ആദ്യം മോഹിനിയായി പൂതന വന്നു. പിന്നെ വണ്ടിച്ചക്രമായി ശകടാസുരൻ. മൂന്നാമൻ കൊടുങ്കാറ്റായ തൃണാവർത്തൻ. കണ്ണനെ വകവരുത്താൻ നാലാമത് ആരായിരിക്കും വരുന്നത്? അമ്പാടി ഒന്നോടെ വിഴുങ്ങാൻ കഴിവുള്ള ഒരു കൂറ്റൻ പെരുമ്പാമ്പായിരിക്കും. പെരുമ്പാമ്പോ? എന്താടി പെരുമ്പാമ്പം കേട്ടപ്പോ പേടിച്ചോയോ? അമ്പാടി ഒന്നോടെ വിഴുങ്ങുമെങ്കിൽ നമ്മളൊക്കെ പാമ്പിന്റെ വാക്യാകത്താവില്ലേ? ആകുമല്ലോ. നമ്മളെയൊക്കെ അകത്താക്കി നാവും നുണഞ്ഞ് പാമ്പ് അങ്ങനെ കിടക്കുമ്പോ ഉണ്ണികൃഷ്ണൻ ആകാശത്തോളം വളർന്ന് പാമ്പിന്റെ വായ്ക്കകത്തേക്ക് കയറും. എന്നിട്ട് ഉടലിലൂടെ നടന്ന് വാലറ്റത്ത് ചെന്ന് പുറത്തിറങ്ങും. അതോടെ രണ്ടായി പിളർന്ന് പാമ്പിന്റെ കഥ കഴിയും. നമ്മളൊക്കെ പാമ്പിന്റെ ഉടലിൽ ചത്തു കിടക്കുമായിരിക്കുമല്ലോ. അതെ, ചത്തുകിടക്കുന്ന നമ്മളെ നോക്കി ഉണ്ണിക്കണ്ണനൊന്ന് വാവിളർന്ന് ചിരിക്കും. അതോടെ നമുക്കെല്ലാം ജീവനും തിരിച്ചു കിട്ടും. ജീവൻ തിരിച്ചു കിട്ടുന്ന നമ്മൾക്ക് ഒരു സ്വപ്നം കണ്ടുണർന്നു എന്ന തോന്നലേ ഉണ്ടാകൂ. ശരിയാ, ഉണ്ണിക്കണ്ണനുണ്ടെങ്കിൽ മരിക്കാനും ജീവിക്കാനും ഒക്കെ എന്തെളുപ്പാ അല്ലേ? നിനക്കെന്താടി ഒരു ആലോചന? അല്ല, ഉണ്ണിക്കണ്ണന്റെ ദിവ്യശക്തി എപ്പോഴും ഉദകിയെന്ന് വരുമോ? എന്തെങ്കിലും ആപത്തുണ്ടായാ? ഹോ, ഇവളുടെ ഒരു കാര്യം. എടി, കഴിഞ്ഞ ജന്മത്തും നമ്മളൊക്കെ ഉണ്ണിക്കണ്ണന്റെ തോഴിമാരും ആശ്രിതരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ജന്മവും ഉണ്ണിക്കണ്ണനെ സേവിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ടായത്. കണ്ണന്റെ കനിവുണ്ടെങ്കിൽ ആപത്തൊന്നും ഭയക്കണ്ട. ആ അതെ. ദേവി, എന്താ ഇത്? ഞാൻ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഓർത്തത്. പിറന്നു വീണ നാൾ മുതൽ ആപത്തൊഴിഞ്ഞ നേരമുണ്ടോ? വിഷം കൊടുത്തു കൊല്ലാൻ പൂതന വന്നു. തച്ച് തകർക്കാൻ ശകടാസുരനും വന്നു. കൊടുങ്കാറ്റായി തൃണാവർത്തനും വന്നു. എന്താ എല്ലാ ശത്രുക്കളും എന്റെ കുഞ്ഞിനെ മാത്രം ലക്ഷ്യമിടുന്നത്? അവൻ എന്തു പാപമാ ചെയ്തത്? സമാധാനിക്ക് ദേവി. അവർക്കാർക്കും ഉണ്ണിക്കണ്ണനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇനിയൊട്ട് കഴിയുകയില്ല. സമാധാനിക്ക്. സമാധാനിക്കാൻ കഴിയുന്നില്ല. ഭൂകമ്പമായി, തീക്കാറ്റായി, തീമഴയായി എത്രയോ ശക്തികൾ എന്റെ കുഞ്ഞിന് ചുറ്റും പതിയിരിക്കുന്നതായി ഞാൻ കാണുന്നു. അവരെന്റെ കുഞ്ഞിനെ ഏത് നിമിഷവും... ദൈവമേ! ദേവി, ഈ ആപൽ ശങ്കകളൊക്കെ അസ്ഥാനത്താണ്. കണ്ണനൊരാപത്ത് സംഭവിക്കില്ലെന്ന് ഗർഗാചാര്യൻ ഉറപ്പു തന്നത് ഓർക്കുന്നില്ലേ? ദൈവജ്ഞനായ ഗർഗമുനിയെപ്പോലും ദേവിക്ക് വിശ്വാസമില്ലെന്നാണോ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല. അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഏതൊരു പെറ്റമ്മയ്ക്കും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ആദ്യം ഉണ്ടാകും. അപ്പോ അനിഷ്ടങ്ങൾ പലതും നടന്നു കഴിഞ്ഞ കുഞ്ഞാണെങ്കിലോ? ദേവി തളർന്നു പോകുന്നു. നമ്മുടെ കുഞ്ഞിനെ വലയം ചെയ്തിരിക്കുന്ന ദുർവിധിയെക്കുറിച്ച് ഓർത്ത് ഈ പെറ്റമ്മ വല്ലാതെ പതറിപ്പോകുന്നു. നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദേവി. എല്ലാ ദുഃഖങ്ങളും ഭഗവാനെ സമർപ്പിക്കുക. കുഞ്ഞിനെ വലയം ചെയ്തിരിക്കുന്ന ദുർവിധിക്ക് മേൽ ഭഗവാന്റെ കരങ്ങൾ തണലായുണ്ട്. എന്നും എപ്പോഴും ആശ്വസിക്കുക. ഭഗവാനെ.